പറയുന്നത് അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. കവനം അപ്പോൾ അതുകൊണ്ട് തന്നെ അർത്ഥപൂർണമായി എന്നാണ് അർത്ഥം. അർത്ഥപൂർണമായി എന്നാണ് അർത്ഥം. തായല്ല ദാ പകുതിയായിട്ടുള്ളൂ, ബാക്കി ഇനി നമുക്ക് നടക്കാറുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഇപ്പോൾ കേരളത്തിൽ എത്ര ക്യാമ്പിൽ പങ്കെടുത്തു എനിക്ക് നിശ്ചയമില്ല, ഒരുപാട് ക്യാമ്പ് പങ്കെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടന്നൊരു ക്യാമ്പിൽ VK നാരായണൻ സാറ് പറഞ്ഞൊരു കാര്യം, സാറ് പറഞ്ഞോ ജീവിച്ചിട്ടുണ്ടോ, സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ക്യാമ്പോട് ഉദ്ദേശിക്കുന്നത് എത്ര പേരുടെ എഴുത്ത് നിർത്താം എന്നാണ്. എഴുത്ത് തുടങ്ങാമെന്നല്ല, എഴുത്ത് നിർത്താം. കാരണം ഈ കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ പണിക്ക് പോയിട്ട് കാര്യമില്ല എന്ന് തോന്നും എന്നാണ്. ഇവിടുത്തെ ഈ ക്യാമ്പിൻ്റെ ഒരു പ്രധാന പ്രത്യേകത ഈ അധികാരവും ചെങ്കോലും പതുക്കെ രാവിലേടൻ ഒഴിഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ക്യാമ്പ് കഴിയുമ്പോഴേക്കും ഏതാണ്ട് പൂർണ്ണമായ പണി മറ്റെല്ലാവർക്കും കൂടി വരും. കാരണം അതാണ് വേണ്ടത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കാലവും രാവണേട്ടൻ തന്നെ ക്യാമ്പ് ഡയറക്ടറാവും, രാവണേട്ടൻ തന്നെ എല്ലാം നോക്കുക. ഇതുപോലെ രാവണേട്ടൻ കഴിഞ്ഞ വേറൊരു തലമുറയെ പിടിച്ചുകൊണ്ടുവരണം. അതാണ് ഈ ക്യാമ്പിൻ്റെ ഒന്നാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. അത് വളരെ ഭംഗിയായി ദർശന നേതൃത്വത്തിൽ ശ്രീജിയാണെങ്കിലും ഓരോരുത്തരുടെ പേര് പറയാനില്ല, എല്ലാവരും കൂടി ഭംഗിയായിട്ട് ചെയ്തു. രണ്ടാമതൊരു കാര്യം, സാധാരണ ക്യാമ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പം ഞാനും ബിജുവും കൂടി ഞങ്ങൾ മൂന്നുപേരും കൂടി തലേ ദിവസം എത്രയോ സമയമെടുത്ത് ഓരോ കവിത കേൾക്കുകയും അതിനെക്കുറിച്ച് കേവല അഭിപ്രായം പറയുകയല്ല ചെയ്തത്, അനുബന്ധമായി മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. അപ്പോൾ ആ അനുബന്ധമായ കാര്യങ്ങൾ രാമനേട്ടൻ നടന്നു പോകുമ്പോൾ രാത്രി ഞങ്ങളോട് പറഞ്ഞു, ഈ അനുബന്ധമായ കാര്യങ്ങളെല്ലാം കൂട്ടി ചേർത്ത് വായിച്ചാൽ, കൂട്ടി മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമുക്കത് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് ക്യാമ്പംഗങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്നലെ ബിജുവും ഞാനും കൂടി ചെയ്തൊരു കാര്യം, ഒരു ചരിത്രത്തെ അവതരിപ്പിക്കുക. ഇങ്ങനെയും കുറച്ച് കവിതകൾ ഈ മലയാളത്തിലുണ്ട്, ഭാഷയിലുണ്ട് എന്ന് പരിചയപ്പെടുത്താൻ ശ്രമം നടക്കില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പല ക്യാമ്പിൽ ചെല്ലുമ്പോഴും പല ആളുകൾക്കും, ക്യാമ്പിൽ പങ്കെടുത്ത പല ആളുകൾക്കും ഒരൊറ്റ കവിത പോലും ചൊല്ലാനറിയില്ല. ആശാന്റെ രണ്ട് വരി പറയാൻ പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ഉത്തരം പറഞ്ഞ പോലെ പറയുന്നല്ലാതെ അറിയില്ല. അപ്പം എനിക്ക് തോന്നിയത്, എന്ന് കരുതി എല്ലാവരും ഈ വൃത്തത്തിലും താളത്തിലും കവിത എഴുതുന്ന ഒരിക്കലും നമ്മൾ പറയില്ല. അങ്ങനെ എഴുതാൻ്റെ ആവശ്യമില്ല. കാരണം കവിതയ്ക്ക് ഭാഷയ്ക്ക് മാറ്റം വരും. ഇപ്പോൾ ശ്രീജിത്തിൻ്റെ പല കവിതകളും നിൽക്കണം വേറെ ഉള്ളതല്ല. അപ്പം ആ രീതിയിൽ ഈ പുതിയ കാലത്തെയും അല്ലെങ്കിൽ പുതിയ സൗന്ദര്യബോധത്തെയും ഒക്കെ ഏറ്റെടുക്കാൻ പറ്റണം. പക്ഷേ നമ്മൾ ഈ ചരിത്രം കൂടി അറിയണം. ഈ കവിത സഞ്ചരിച്ച വഴി ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ എഴുത്തച്ഛൻ എഴുതിയ പോലെ വേറെ ആരും എഴുതേണ്ട കാര്യമില്ല. ചങ്ങമ്പുഴ എഴുതിയ പോലെ മലയാള സാഹിത്യത്തിൽ എഴുത്ത് തുടങ്ങിയ 3 പേരുടെ പേര് P. ഭാസ്കരൻ എന്നും വയലാർ എന്നും ONV എന്നാണ്. പക്ഷേ 100 കണക്കിന് ആളുകൾ ചങ്ങമ്പുഴയെ പോലെ എഴുതിക്കൊണ്ടിരുന്നു. പക്ഷെ അവരാരും പിന്നീടില്ല. പക്ഷെ ഈ 3 പേര് ഇവരുടേതായ ഒരു വഴി കണ്ടെത്തി എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഒരു കയ്യൊപ്പ് മലയാള സാഹിത്യത്തിൽ, മലയാള ഭാഷയിൽ, മലയാള സൗന്ദര്യബോധത്തിൽ. മലയാള സൗന്ദര്യബോധം എന്ന് പറയുന്നത് കേവലം ഒരു പ്രാദേശിക അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. മലയാളം എന്ന വാക്കിനെ നമ്മൾ ഒരു ലോകഭാഷയായിട്ട് തന്നെ കണ്ടു. ആ രീതിയിലേക്ക് നമ്മുടേതായൊരു വഴി വെട്ടാൻ കഴിയുമോ എന്നുള്ളതാണ്. വഴി വെട്ടുമ്പോൾ വഴിയിലുള്ള മരങ്ങളും ചെടികളും പുല്ലുമൊന്നും നശിപ്പിക്കാനും പാടില്ല. അതൊക്കെ നിലനിർത്തിക്കൊണ്ട്, ഞാൻ ഈ പറയുമ്പോൾ ആശയം മനസ്സിലാവുകയാണ്. ഇതൊക്കെ ഈ പുല്ലും ചെടികളും മരങ്ങളും പക്ഷികളെയും എല്ലാം, പൂമ്പാറ്റയെയും തുമ്പിയെയും എല്ലാത്തിനെയും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടേതായൊരു വഴി ഇവർക്കിടയിലൂടെ വെട്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ ഈ മരങ്ങളൊക്കെ ഉണ്ടെന്നും ഈ പക്ഷികളുണ്ടെന്നും ഇവിടെ വെള്ളമുണ്ടെന്നും നദിയുണ്ടെന്നും ഒഴുക്കുണ്ടെന്നും താളമുണ്ടെന്നും ഇതൊക്കെ അറിഞ്ഞിരിക്കും. ഏറ്റവും നല്ലൊരു കവിയുടെ പേര്, അങ്ങനെ കവികളിൽ ഒരാൾ സച്ചിദാനന്ദ മാഷ്, സുന്ദരമായ വൃത്തത്തിൽ എഴുതാറിയാം. ഈ സച്ചിമാഷാണ് നല്ല വൃത്തവിലാസത്തിൽ ഭാഷയിൽ പുതിയ രൂപം ഉണ്ടാക്കിയ കെ ശങ്കർപിള്ളയായാലും സച്ചിമാഷൊക്കെയാണെങ്കിലും അവർ വൃത്തത്തിലൂടെ തന്നെ ചാടി പഠിച്ചതിന് ശേഷമാണ് വൃത്തമില്ലാതെ ചാടാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാധ്യതകളും സാഹിത്യത്തിൻ്റെ, കവിതയുടെ, സൗന്ദര്യാത്മകതയുടെ, സ്വപ്നങ്ങളുടെ, ജീവിതത്തിൻ്റെ, ചരിത്രത്തിൻ്റെ, ബോധത്തിൻ്റെ, പ്രതിബദ്ധതയുടെ ഒക്കെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു തന്നെ ഒരു കവി മുന്നോട്ട് പോകണം. കവി മാത്രമല്ല, എല്ലാവരും മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമാണ് നമുക്കൊരു നവഭാവുകത്വത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മാറുന്ന കാലത്ത് പുതിയ ഭാവുകത്വങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. പണ്ട് നമ്മൾ ഉപയോഗിച്ച മിത്തുകളും കാര്യങ്ങളും വർത്തമാനകാല കുട്ടികൾ ഇത് അവതരിപ്പിക്കുന്നത് 60 വയസ്സുള്ള ആളുടെ മുമ്പിലേക്കല്ല, പുതിയ തലമുറയുടെ മുമ്പിലേക്കല്ല.
പുതിയ തലമുറയുടെ മുന്നിൽ ആരായിരുന്നു? ശ്രീജിയല്ലായിരുന്നു മറ്റേ ടെക്നിക്കൽ വാക്കൊക്കെ ഉപയോഗിച്ച്. പുതിയ തലമുറ ഒക്കെ അനുഭവവേദ്യമായ സിമ്പലുകൾ, ബിംബങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് കാര്യം ബോധ്യപ്പെടുള്ളൂ. പക്ഷേ നമ്മൾ ഈ ചരിത്രം കൂടി അറിഞ്ഞു പോകണം. അപ്പോൾ ചരിത്രത്തെ അറിഞ്ഞ് വർത്തമാനകാല സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഭാവിയെ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു പ്രതിബദ്ധതയാണ് വാസ്തവത്തിൽ. ഒരു ക്ലാസ്സിൻ്റെ വിഷയമായിരുന്നു, അത് വളരെ ഭംഗിയായിട്ട് ചെയ്യും. അപ്പം എന്നോടും ബിജുവിനോട് ചോദിച്ച ചില ചോദ്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും 1.5 മണിക്കൂർ കവിത ഇല്ലെങ്കിൽ 1.5 മണിക്കൂർ കവിത 45 മിനിറ്റ് ഇതെങ്ങനെ ഓർത്തിരിക്കുന്നു? ഉറപ്പായിട്ടും ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മര്യാദയ്ക്ക് വായിച്ചു പഠിച്ചത്. ഈ ഒരു വായനയും പഠനവും കേവലം വായിച്ചു പഠിക്കുക, പുസ്തകം വായിച്ചു പഠിക്കുകയല്ല ഉദ്ദേശിച്ചത്. ഈ വായന പ്രകൃതിയെ വായിക്കലാണ്, പഠനം ജീവിതത്തെ പഠിക്കലാണ്. അപ്പോൾ ആ രീതിയിൽ ഈ വായനയും പഠനവും നടത്തിയതുകൊണ്ടാണ് ഞങ്ങൾക്കങ്ങനെ പറയാൻ കഴിയുന്നത്. അതുപോലെ വേറൊരു ചോദ്യം ഇന്നലെ ആരോ ചോദിച്ചത് ഈ പാട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം. അതും ഇങ്ങനെയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഈ സാമൂഹിക സാഹചര്യങ്ങൾ അടയാളപ്പെടുത്തുക എന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു പാട്ട് കേട്ടത് വയലാറിൻ്റെ പാട്ടാണ്. അത് തുടങ്ങുന്നതാണ്: സരസ്വതീയാമം കഴിഞ്ഞു ഉഷസിൻ സഹസ്രദളങ്ങൾ വെൺകൊറ്റക്കുളച്ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചു. വെളിച്ചം ചിറകടിച്ചു നടന്നു. ആ ചിറകടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പക്ഷിപാതാളത്തിൽ ഒരു പക്ഷി എണീറ്റ് പറഞ്ഞാൽ തോന്നും. ഈ മലയുടെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ പക്ഷി പറന്നു വന്ന പോലെ പ്രകാശം ഇങ്ങനെ പറന്നു വന്നെ കാണാൻ പറ്റും. ഇതിന് ശേഷം വന്ന വരി ഇങ്ങനെയാണ്: മുത്തുട വാൾമുനയാലെ നെറ്റിയിൽ കുങ്കുമം ചാർത്തി കൈരളി കച്ചമുറുക്കി നിന്ന കളരികളിൽ നിറകതിർ വാരി തൂകും ഉഷസേ ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടാവും. വേറൊരു ഭാഗത്ത് ഇനിയും അസ്ഥിമാണം സ്പന്ദിക്കും. അസ്ഥിമാണം സ്പന്ദിക്കാൻ വേണ്ടി ചങ്ങമ്പുഴയിലേക്ക് എത്തും നമ്മൾ. ഇതാണ് മുത്തുട വാൾമുനയാലെ. പെട്ടെന്ന് ഞാൻ ആദ്യമേ തുടാന്നുള്ള വാക്കാണ് മനസ്സിലാക്കുന്നത്. പിന്നെയാണ് മനസ്സിലാകുന്നത് മുത്ത് പതിപ്പിച്ച ഉടവാളാണ്. ഉടവാൾ യുദ്ധം ചെയ്യാനാണ്. അപ്പോൾ മുത്ത് പതിപ്പിച്ച ഉടവാളോട് യുദ്ധം ചെയ്യുകയാണ്. നെറ്റിയിൽ കുങ്കുമം ചേർത്തുണ്ട്. ഈ വാളിൻ്റെ തുമ്പുകളാണ് കുങ്കുമം ചേർത്തുന്നത് യുദ്ധത്തിന് പോകുമ്പോഴാണ്. അപ്പോൾ ഒരാൾ യുദ്ധത്തിന് പോകുന്നത് തൊട്ട് കുറേ പറഞ്ഞിട്ട് കൈരളി മലയാള ഭാഷ യുദ്ധത്തിന് പോവാണ്. അത് കേരളീയ ഒരു കളരി പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വയലാർ വയ്ക്കുന്നത്. നെറ്റിയിൽ കുങ്കുമം ചാർത്തി കൈരളി അച്ചമുറുക്കി നിന്ന കളരികളിൽ നിറകതിർ വായി തൂക്കും ഉഷസേ ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒരു സംശയമുണ്ടോ? അംഗത്തിന് ബാല്യമുണ്ടോ? സംശയമുണ്ട്. പ്രശ്നം ഈ പാട്ട് വരുന്ന വർഷം എന്ന് പറയുന്നത്, വർഷങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ഒരു പ്രധാന പാഠ്യവിഷയമായി നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങനെ അടിച്ചു കയറി വരുന്ന സമയത്താണ്. ഇവിടെ വയലാറിന് വേണമെങ്കിൽ പാട്ടെടുത്ത് കാശ് മേടിച്ച് പോവാം. പക്ഷേ ആ പാട്ടിലേക്ക് വയലാറ് ഈ ഭാഷ, അതായത് ഒരു സമൂഹത്തെ ഇല്ലാതാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ സമൂഹത്തിൻ്റെ ഭാഷ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഏതൊക്കെ ഭാഷ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പുറയിൽ ഇപ്പോൾ സംസ്കൃതം വന്ന് ഇവിടുത്തെ ഒരുപാട് ഭാഷകളെ തകർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സമൂഹത്തെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. അപ്പോൾ ആ സമൂഹം നിലനിൽക്കുന്നത് അതിൻ്റെ തായ്വേരിലാണ്. ആ തായ്വേര് ഭാഷയാണ്. ഭാഷ എന്ന് പറയുന്നത് കേവലം അക്ഷരം ഉച്ചാരണമൊന്നുമല്ല. ചുമ്മാ കൈകൊണ്ട് കാണിച്ചാലും അതൊരു ഭാഷയാണ്. എന്നുവെച്ചാൽ ആശയവിനിമയമാണ്. ആശയവിനിമയത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് മറ്റൊരു ആശയവിനിമയത്തെ അടിച്ചേൽപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് മാറുകയാണ്. ഇതാണ് എൻ്റെ സാംസ്കാരിക രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുതന്നെയാണ് നമ്മുടെ സാഹിത്യത്തിൽ എഴുത്തിൽ വേണ്ടത്. അതിവിടെ നടക്കുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ശ്രീജിത്തിൽ കൈമാറും. സുഹൃത്തുക്കളെ, ഞാനിവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. ഓരോ മനുഷ്യരും ഖനനം ചെയ്യപ്പെടാത്ത എത്രമാത്രം വലിയ ഭൂമികയാണെന്ന്. ഇവിടെ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് അജേഷിനെ പരിചയപ്പെടാൻ പറ്റില്ലായിരുന്നു. ഉഴവൂരെന്ന് കേൾക്കുമ്പോൾ ഞാൻ മിക്കവാറും ചിരിക്കാറാണ് പതിവ്. കാരണം അവിടെ ഉഴവൂർ വിജയൻ എന്ന് പറയുന്ന ഒരു പ്രഭാഷകനുണ്ടായിരുന്നു. അതിനു മുമ്പ് പാഠപുസ്തകങ്ങൾ ഇല്ലാഞ്ഞിട്ട് കുറേ ദൂരേക്ക് നടന്നു പോയിട്ട് പാഠപുസ്തകങ്ങൾ പകർത്തി എഴുതി വരുന്ന ഒരു പാവപ്പെട്ട ബാലനുണ്ടായിരുന്നു. 18 കിലോമീറ്ററുകളോളം ദൂരം യാത്ര ചെയ്തുകൊണ്ട് തൻ്റെ വിദ്യാലയത്തിൽ പഠിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയ KR നാരായണൻ്റെ നാട് കൂടിയാണ് ഉഴവൂര്. അപ്പോൾ KR നാരായണനും
അതുപോലെ ഉഴവൂർ വിജയനുമൊക്കെ ശേഷം ഞാനിനി ഉഴവൂർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുക അജേഷ്. കവിത ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഇവിടെ എല്ലാവരും പല വിധത്തിലുള്ള ജീവിത പ്രയാസങ്ങൾക്കിടയിലാണ് ഇവിടേക്ക് ഓടിയെത്തിയിട്ടുള്ളത്. അത് ഭാഷയോട്, സംസ്കാരത്തോട്, അത് ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രീയത്തോടും ഒക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു കടമയും ചരിത്രബോധത്തോടുള്ള വലിയ നീതിപൂർവകമായിട്ടുള്ള ഒരു കടപ്പാടും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ പിന്നിൽ ഒരുപാട് മനുഷ്യരുണ്ട്. ഇവരുടെ അധ്വാനത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് സാർത്ഥകമായിട്ടുള്ള ഈ 3 ദിവസം ഉണ്ടായിട്ടുള്ളത്. കവിത കൗതുകത്തിന് എഴുതുന്നവരുണ്ടാവും, കവിതയിലേക്ക് കൗതുകത്തിൽ വന്നുകൊണ്ട് പിന്നീട് സീരിയസ് ആയിട്ട് കവിത എഴുതാൻ ശ്രമിക്കുന്നവരുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഇവർ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ പെട്ടെന്ന് കവിതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രാചീന കവിത്രയങ്ങൾ, ആധുനിക കവിത്രയങ്ങൾ പറയും. പിന്നെ അതിൻ്റെ പൂർവ്വ ആധുനികതയെക്കുറിച്ചും ഉത്തരാധുനികതയെക്കുറിച്ചും ഏറ്റവും പുതിയ കവിതയെ സമീപ കവിത എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ മലയാളം എന്ന വാക്ക് പോലും നമ്മൾ വെട്ടിയിട്ടുണ്ട്. കാരണം മലയാളം എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ എത്രയോ ഗോത്ര ഭാഷകളും ആദിവാസി ഭാഷകളും ഒക്കെ ഉണ്ട്. ആണും പെണ്ണും മാത്രമല്ല ഇപ്പോൾ എഴുതുന്നത്, LGBTQ സമൂഹങ്ങളും പലരും എഴുതുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് മലയാളം പഠിച്ചവരൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കവിതയുടെ ഭൂപടം വല്ലാതെ വികസിക്കുകയാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും മാതൃഭാഷയാണ് കവിത എന്ന് മാർക്സാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കവിതയുടെ വഴിയിൽ നമുക്ക് വീണ്ടും കാണാം, കണ്ടുമുട്ടാം. നമുക്ക് നമ്മളെല്ലാവരെയും വീണ്ടും വീണ്ടും പുതുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു.